എനിക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാരണം കാണുന്നവരൊക്കെ സുറുമി വീഡിയോ ഇടണില്ലേ, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗാ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്നൊരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത്താടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിക്ക്. അവിടുത്തെ വിശേഷങ്ങളായാലോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ, പറയൽ എന്ന് പറഞ്ഞേ. ഈ പറയൽ എന്ന് പറയുമ്പം നമ്മുടെ കടമക്കുടിയും മലരിക്കിലൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആട്ടോ. നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലം കാണാൻ. ഈ മഴക്കാലത്ത് ഈ കണ്ടത്തിലൊക്കെ വെള്ളം കയറി കിടക്കുമ്പം ഈ കായൽ പോലെ തോന്നും നമുക്ക്. അവിടെ ഇങ്ങനെ ചുമ്മാ ഒന്ന് വൈകുന്നേരവും ഒക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ലതാണേ. നമ്മുടെ ഇക്കാക്ക് പിന്നെ എവിടെ പോയാലും പിന്നെ മെയിൻ ആകണം. അതുകൊണ്ട് ആരുടെയോ വഞ്ചി കയറി പുള്ളി കയറി ഇരുന്ന് തുഴയാനൊക്കെ പോവാട്ടോ. പിന്നെ നോക്കുമ്പോൾ അവിടെ നിറച്ച് ആമ്പൽപ്പൂവായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ന്യൂനു വേണമെങ്കിൽ കഷ്ടപ്പെട്ട് പുള്ളി എനിക്ക് ആമ്പൽപ്പൂവൊക്കെ പറിച്ചു തന്നു കേട്ടോ. ഞാൻ അതിനെ വിരിക്കാൻ നോക്കിട്ടോ. അപ്പോഴായിട്ട് സത്യം മനസ്സിലാക്കിയത് മൊത്തം ചെളിയായി മേത്ത് മൊത്തം. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഈ റോഡിലേക്ക് ഈ മരത്തിൻ്റെ ചില്ല ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഇക്ക പിന്നെ സെറ്റാക്കിയത്. പിന്നെ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഇവിടെ ഈ താറാവ് കൂട്ടങ്ങൾ ഇങ്ങനെ ആ വെള്ളത്തിൽക്കൂടെ ഇങ്ങനെ നീന്തണ കേട്ടോ. ഇത് ചുമ്മാ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കാരണം അത് എല്ലാം ഒരേപോലെ നീന്തി നീന്തി പോകണതാണ് നല്ല രസമാണേ. കുറേ അധികം താറാവ് ഉണ്ടായിരുന്നു കേട്ടോ. ചാടി കുറേയൊക്കെ ചാടി പോയി, കുറേയൊക്കെ ഇങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജങ്കാറിലൊന്നും കയറി കേട്ടോ. ജസ്റ്റ് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി കയറിയതാട്ടോ. ഈ കണ്ട പള്ളിയില്ലേ, ഇതൊക്കെ ഓരോ സിനിമ ഷൂട്ടിങ്ങിന് കണ്ടാൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ. പിറ്റേ ദിവസമായപ്പോൾ ഞങ്ങൾ ഈ ആമ്പലൊക്കെ ഒന്ന് വിരിയണ കാണാൻ പോകണമെന്ന് വെച്ച് രാവിലെ തന്നെ പോയിട്ടോ അവിടെ കാണാനായിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ തിരിച്ച് പോയിട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ബൈ.